അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ സയ്യിദുന്മാർ, ഉസ്താദുമാർ, നാട്ടിലെ ഈ പള്ളിയുടെയും മദ്രസയുമൊക്കെ നിയന്ത്രിക്കുന്ന കമ്മിറ്റി ഭാരവാഹികൾ, കാരണവന്മാർ, സുന്നി വജബന ഫെഡറേഷൻ്റെ പ്രവർത്തകർ, അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, വളരെ കാലമായിട്ട് എൻ്റെ ചെറുപ്പത്തിൽ ഏകദേശം ഒരു 10-13 വയസ്സ് ഉണ്ടാകുമ്പോൾ മുതൽ ഞാൻ കേൾക്കുന്ന ഒരു നാടാണ് പാനമാംഗ്ലൂർ. കാരണം ഞാൻ പഠിച്ചിരുന്നത്, ദർസിൽ പഠിച്ചത് സയ്യിദ് അബ്ദുൽ ജബ്ബാർ ശിഹാബ് തങ്ങളുടെ അടുക്കലാണ്. അപ്പോൾ അവർ എല്ലാ വർഷവും അന്നേ ഇവിടെ വരാറുണ്ട്, മൗലാന വരാറുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ ഉസ്താദിന് വളരെ സന്തോഷമാണ് എന്ന് ആ മുഖത്തിൽ നിന്നും കണ്ടാൽ തന്നെ മനസ്സിലാകും. പാനമംഗ്ലൂർക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് ആ മുഖഭാവം തന്നെ വളരെ സന്തോഷത്തോടു കൂടി ഉണ്ടാകുന്നത് നമുക്ക് അനുഭവമാണ്. ഞങ്ങൾക്കും സന്തോഷമാണ്, കാരണം 2 ദിവസം ഉസ്താദ് പള്ളിയിലുണ്ടാവില്ല. ആ നിലയ്ക്ക് ഞങ്ങൾക്കും അന്ന് സന്തോഷമാണ്. അപ്പോൾ അന്നേ ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പം അന്നേ ഉണ്ട് ഈ നാട് ഒന്ന് കാണണമെന്ന്. അങ്ങനെ ഇന്നാണ് ശരിയായ രീതിയിൽ ഈ പള്ളിയും ഈ മദ്രസയുമൊക്കെ ശരിയായ രീതിയിൽ ഒന്ന് കാണാനുള്ള അവസരം ഒത്തുകിട്ടിയത്. ഇതിനു മുമ്പ് ഇവിടെ മൗലാനയുടെ നേതൃത്വത്തിൽ നടന്ന നേർക്കുനേർ പരിപാടിയിൽ വന്നിരുന്നു. അന്ന് വന്നത് പോയതും മാത്രമേ ഓർമ്മയുള്ളൂ. അതെങ്ങനെ വന്നതെന്ന് പോലും ഇന്ന് ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, നമ്മുടെ ആദരണീയരായ ഷൈഖുന താജുൽ ഉലമ അവർ വളരെ അസുഖമായി കിടക്കുന്ന സമയത്ത് പോലും ഇവിടേക്ക് വരാൻ വളരെ സന്തോഷത്തോടു കൂടിയും വന്നിരുന്നു എന്നുള്ളത് ഇപ്പോൾ നമ്മൾ അറിഞ്ഞു. ഒരു 1978 കാലത്താണ് ഈ പള്ളി ഇവിടെ സ്ഥാപിതമായത് എന്ന് നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിക്കേണ്ടായി. അന്ന് കാലം മുതൽ ഷെയ്ഖുനായുമായിട്ടുള്ള ആ ബന്ധം കാരണം ഷെയ്ഖുന അവർ വഫാത്താകുന്നതിൻ്റെ അടുപ്പിച്ചുള്ള കാലത്ത് പോലും, അസുഖമായി നിൽക്കുന്ന കാലത്ത് പോലും ഇവിടെ വന്നിരുന്നു എന്ന് പറയുമ്പോൾ ഈ നാട് എത്ര ഭാഗ്യമുള്ള നാടാണ്. ഇവിടുത്തെ വിശ്വാസികൾ എത്ര ഭാഗ്യമുള്ള വിശ്വാസികളാണ്. ഇവിടെ വരാൻ കഴിയുന്ന ഞങ്ങളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. നിങ്ങളെ കാണാൻ അവിടെ നിന്ന് എത്രയോ ദൂരെ നിന്ന് ഞങ്ങളുടെ ഉസ്താദുമാർക്ക്, മൗലാന അടക്കമുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ആശയ സ്രോതസ്സായ ഷെയ്ഖുന അടക്കമുള്ളവർക്ക് എത്ര സന്തോഷമായിരുന്നു. ആ നിലക്ക് നിങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ആ മുഖത്ത് ആ സന്തോഷം ഉണ്ടാനും എല്ലാവരുടെ മുഖത്തും. ഇപ്പം ഇന്ന് വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്, ആത്മഹത്യ, യുവാക്കളിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ പെരുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. യുവജന കമ്മീഷൻ അതിനെക്കുറിച്ച് വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. ഇവിടെയുള്ള ഈ മുഖം കാണുമ്പോൾ നമുക്കെത്ര സന്തോഷമുണ്ട്. കാരണം എല്ലാവരുടെ മുഖത്തും ഒരു ഈമാനികമായ ചൈതന്യം, അത് ഇവിടെ എല്ലാവരുടെ മുഖത്തും കാണുന്നുണ്ട്. ഈ ഒരു സമുദായം നമുക്കെല്ലാവർക്കും അറിയാം, മുസ്ലിം സമുദായത്തിൽ ആത്മഹത്യ വളരെ കുറവാണ്. എന്നാൽ നമുക്ക് ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിൽക്കുന്ന വഴി കൃത്യമാണെങ്കിൽ, നമ്മൾ പോകുന്ന വഴി കൃത്യമാണെങ്കിൽ, നമ്മൾ നിലകൊള്ളുന്നത് സന്തോഷത്തോടു കൂടിയാണെങ്കിൽ, നമ്മളെല്ലാ നിലക്കും സംതൃപ്തിയുള്ളവരാണെങ്കിൽ, സന്തോഷമുള്ളവരാണെങ്കിൽ, നമുക്ക് ഒരു നിലക്കുമുള്ള ആശയ വൈരുദ്ധ്യങ്ങളുടെയോ അതുപോലെ തന്നെ മാനസികമായ പിരിമുറുക്കങ്ങളുടെയോ ഇടയിൽപ്പെട്ടുകൊണ്ട് നമുക്ക് വേറൊന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ടി വരികയില്ല എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്, നമുക്കെല്ലാവർക്കും ഉറപ്പിക്കാവുന്ന കാര്യമാണ്. നമുക്ക് സന്തോഷമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ദുഃഖത്തിൻ്റെ ആവശ്യം എന്താണ്? അപ്പോൾ സന്തോഷിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യന് സന്തോഷം ഉണ്ടാവുക? ഞാൻ ഒരു പൂവ് കാണുകയാണെങ്കിൽ, ഒരു റോസാപ്പൂവ് കാണുകയാണെങ്കിൽ, ആ റോസാപ്പൂവ് എനിക്ക് ശരിയായ രീതിയിൽ ആസ്വദിക്കാനുള്ള ഒരു മാനസികാവസ്ഥയുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എനിക്കെൻ്റെ ഒരു സഹോദരനെ കാണുമ്പോൾ ആ സഹോദരനെ എല്ലാ വൈവിധ്യങ്ങളോടുകൂടെയും അവനെ അംഗീകരിക്കാനും അവനെ സന്തോഷത്തോടു കൂടി കാണാനും കെട്ടിപ്പിടിക്കാനും അവനോട് എല്ലാ നിലക്കും ഒരു മൂമിനോട് പെരുമാറുന്ന വിധത്തിൽ സന്തോഷത്തോടു കൂടി പെരുമാറാനും കഴിഞ്ഞാൽ അവിടെ മാനസികമായ ഐക്യമുണ്ടാകുന്നു. നമുക്ക് സംഘർഷങ്ങളില്ല, മനസ്സിന് ബുദ്ധിമുട്ടുകളില്ല. ഇത് തന്നെയാണ് ഈ മുഖങ്ങളിലൊക്കെ ഇവിടെ കാണുന്നത്. ഈ സന്തോഷകരമായ അനുഭവം, ഈ വിശ്വാസത്തിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഈമാനികമായ ആ വെളിച്ചം, നമ്മൾ പോകുന്ന വഴി, നമ്മൾ തിരഞ്ഞെടുത്ത വഴി വളരെ കൃത്യമായിരിക്കുന്നു എന്നുള്ള ആ ബോധ്യത്തിൽ നിന്നുള്ള ആ സന്തോഷം ഇവിടെ വന്ന് കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്.
അപ്പോൾ ഇത് കാണാനാണ്, ഈ മുഖങ്ങൾ കാണാനാണ് ജബ്ബാർ ശിഹാബ് തങ്ങൾ വളരെ സന്തോഷിച്ചിരുന്നത് എന്ന് ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മുഖങ്ങൾ കാണാനായിരിക്കും ബഹുവന്യരായ ശൈഖുനാ താജുൽ ഉലമ അവർകൾ വഫാത്തിൻ്റെ ആ രോഗത്തിലായി കിടക്കുന്ന സമയത്ത് പോലും ഇവിടെ വരാൻ തത്രപ്പെട്ടത് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സന്തോഷവും ഐക്യവും റാഹത്തും എല്ലാ കാലത്തും ഇവിടെ നിലനിർത്തി തരുമാറാവട്ടെ. നമ്മൾ എത്ര കാലമുണ്ടോ അത്രയും കാലം ആ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. കേരളത്തിൽ ഈ ഇത്തിസാൽ പരിപാടി എന്ന് പറയുന്നത് സുന്നി യുവജന ഫെഡറേഷൻ കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ കീഴിൽ സംഘടിപ്പിക്കപ്പെട്ട എല്ലാ പ്രവർത്തകരെയും കേൾക്കുക, നേതാക്കന്മാർ അവിടെ ചെന്നിട്ട് പ്രവർത്തകരുമായിട്ട് സംസാരിക്കുന്ന ഒരു പരിപാടിയാണ് ഇത്തിസാൽ പരിപാടി. അത് നിരവധി കേന്ദ്രങ്ങൾ കേരളത്തിലെ ഒരുപാട് പഞ്ചായത്തുകളിൽ, മേഖലകളിൽ, ജില്ലകളിലൊക്കെ പല ഘടകങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് നമ്മുടെ നേതാക്കന്മാർ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ സമാപന പരിപാടിയിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കബൂലാക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, നിങ്ങളെ കണ്ടതിൽ എൻ്റെ ഉസ്താദിന് നിങ്ങളെ കാണാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. എനിക്കും നിങ്ങളിപ്പോൾ ഒന്ന് കണ്ടതിൽ അതിഭയങ്കരമായ സന്തോഷമുണ്ട്. ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു രാത്രിയായിരിക്കും ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു രാത്രി. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.